ചെയ്യുന്നതിന് പരാജയമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ, കെടുകാര്യസ്ഥതയുടെ പ്രതീകമായിട്ടുള്ള കേന്ദ്ര സർക്കാർ, ഇതിനിടയിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ ഇതിനിടയിൽപ്പെട്ട് ഉഴലുകയാണ്. എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇന്നലെയും മിനിയാന്നുമൊക്കെ നിയമസഭയിൽ ഈ നാട്ടില് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന, ലോട്ടറിയിലൂടെ കൊള്ളയടിക്കുന്ന കേരള സർക്കാരിന്റെ നടപടികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു. സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ അന്യ സംസ്ഥാന ലോട്ടറികള് അത് കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് നിയമാനുസൃതമായിട്ടുള്ള അനുവാദമാകണം. ആ അനുവാദത്തിന് 1 മാസത്തെ സമയം വേണം. ഇവരെന്താ സംഭവിച്ചത്? സിക്കിം ലോട്ടറി, ആ ലോട്ടറിക്കാർ അപേക്ഷ സമർപ്പിക്കുന്നു 1-ാം തീയതി, അനുവാദം കിട്ടുന്നു 3-ാം തീയതി. 13 ലോട്ടറികൾ, 13 ദിവസങ്ങൾ ഈ ലോട്ടറികളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടക്കുന്നു. ആരാ ഉത്തരവാദി? ആരാ ഇതിന് അനുവാദം കൊടുത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഈ ലോട്ടറി മാഫിയായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള വഴിവിട്ട കരാറ്, ആ കരാറിന്റെ പേരിൽ, കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോട്ടറിക്കുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. അതിന് ഉത്തരവാദിയായിട്ടുള്ള തോമസ് ഐസക്കിനെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ ലോട്ടറി വാങ്ങുന്ന സാധാരണക്കാരൻ രാവിലെ